കോട്ടയം ജില്ലയിലെ വൈക്കം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വേമ്പനാട്ട് കായലിൻ്റെ കിഴക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു ക്ഷേത്ര നഗരമാണ് വൈക്കം. വൈക്കം നഗരത്തിൻ്റെ ഏതാണ്ട് ഒത്ത നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പോലീസ് സ്റ്റേഷൻ, സബ് ട്രഷറി, കോടതി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം അമ്പലത്തിൻ്റെ 4 ഭാഗത്തുമായി 1 കിലോമീറ്റർ ചുറ്റളവിലായി സ്ഥിതി ചെയ്യുന്നു. വൈക്കം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കെല്ലാം ആദ്യം ഓർമ്മ വരുന്നത് ഒരുപക്ഷെ വൈക്കം സത്യാഗ്രഹമായിരിക്കും. ഈ മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം സംഘടിക്കപ്പെട്ടത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സത്യാഗ്രഹമായിരുന്നു ഇത്. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ വടക്കേ നടയോട് ചേർന്ന് വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യവുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരു കോട്ട പോലെ ആനപ്പള്ളമതിൽ പണിതിരിക്കുന്നു. 4 ഭാഗത്തും ഗോപുരങ്ങളുമുണ്ട്. വൈക്കം നഗരഹൃദയത്തിൽ 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേ ഗോപുരത്തിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമെത്തുന്നത് ഒരു വലിയ ആനക്കൊട്ടിലിലാണ്. ഈ ആനക്കൊട്ടിലിൻ്റെ വടക്ക് ഭാഗത്തായി ഒരു അരയാൽമരമുണ്ട്. വ്യാഘ്രപാദ മഹർഷി തപസ്സനുഷ്ഠിച്ചതും ഭഗവാൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകിയതും ഈ അരയാലിൻ ചുവട്ടിൽ വെച്ചാണെന്നാണ് വിശ്വാസം. കിഴക്കേ നടയിലൂടെ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്ന 2ാമത്തെ ആനക്കൊട്ടിലാണിത്. ക്ഷേത്രത്തിലെ വിവാഹം, ചോറൂണ്, ഭജന, അടിമകിടത്തൽ, തുലാഭാരം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ആനക്കൊട്ടിലാണ്. ഉത്സവകാലത്ത് മേളം നടക്കുന്നതും ഇവിടെയാണ്. ഭീമാകാരമായ കരിങ്കൽ തൂണുകൾ ഇവിടെ കാണാം. അവയിൽ നിരവധി ദേവരൂപങ്ങളുമുണ്ട്. ഇതിനപ്പുറമാണ് ഭഗവദ്വാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 600 അടി ഉയരമുണ്ട് ഈ കൊടിമരത്തിന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതപ്പെടുന്നു. അസുര തപസ്യായ ഖരനാൽ ചിദംബരത്തു നിന്നും കൊണ്ടുവരപ്പെട്ട വിശേഷ ശിവചൈതന്യം താന്ത്രിക സമ്പ്രദായമനുസരിച്ച് ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ ശ്രീ പരശുരാമനാണെന്നാണ് ഐതിഹ്യം. പ്രതിഷ്ഠാ സന്ദർഭത്തിൽ പരശുരാമൻ നടത്തിയ പാലഭിഷേകവും പ്രാതൽ എന്ന രൂപത്തിൽ നടത്തിയ മൃഷ്ടാന ഭോജനവും വൈക്കത്തപ്പൻ്റെ വിശേഷ അനുഷ്ഠാനമായി കാലാന്തരത്തിൽ മാറി. വൈക്കം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ശേഷം അതിൽ സന്നിഹിതരായിരുന്ന വേദപണ്ഡിതന്മാർക്കും ആചാര്യശ്രേഷ്ഠന്മാർക്കും ഭക്തജനങ്ങൾക്കും പരശുരാമൻ വിഭവസമൃദ്ധമായ സദ്യയാണ് ആദ്യ ഭക്ഷണമായി നൽകിയത്. അതിൽ സന്തുഷ്ടനായ വൈക്കത്തപ്പൻ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായ സമർപ്പണമായി പ്രാതൽ എന്ന വിഭവസമൃദ്ധമായ സദ്യ സമർപ്പിക്കുന്ന യജ്ഞത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷമാണ് വൈക്കത്തപ്പൻ്റെ സവിശേഷ വഴിപാടായി പ്രാതൽ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം നിലവിൽ വന്നത്. പ്രാതൽ എന്ന അനുഷ്ഠാനം നിലവിൽ വന്നതോടെയാണ് ശ്രീ വൈക്കത്തപ്പൻ അന്നദാന പ്രഭു എന്ന പേരിൽ അറിയപ്പെടുന്ന ആദി ഈശ്വര സങ്കല്പമായി വിഖ്യാതനായത്. വൈക്കത്തെ പ്രാതൽ ആശ്ചര്യം എന്നൊരു പഴമൊഴി തന്നെ അതിൽ നിന്നും ഉത്ഭവിച്ചു. വൈക്കത്തപ്പന് പ്രാതൽ വഴിപാട് സമർപ്പിക്കുന്നതും ഭക്തി ബഹുമാനത്തോടു കൂടി പ്രാതൽ കഴിക്കുന്നതും ഒരേപോലെ അനുഗ്രഹദായകമാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ തെക്കുകിഴക്കേ മൂലയിൽ നിരവധി ആൽമരങ്ങൾ കൂടി നിൽക്കുന്ന കാഴ്ച കാണാം. ഇതിനപ്പുറത്തായി മറ്റൊരു ആൽമരത്തിന് കീഴിൽ പനച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട്. മേൽക്കൂരയില്ലാത്ത ഈ തറയിൽ പ്രകൃതിയിൽ ലയിച്ചു വാഴുന്ന ഈ ദേവിയെ ഒരേ സമയം വനദുർഗ, ഭദ്രകാളി, യക്ഷി എന്നീ 3 രൂപങ്ങളിൽ ആരാധിച്ചു വരുന്നു. ഐതിഹ്യപ്രകാരം അഗസ്ത്യമുനിയുടെ ശാപം കിട്ടിയതുമൂലം യക്ഷിയായ ഒരു ഗന്ധർവ കന്യക ഗണപതിയുടെ ഭൂതഗണമായ തൃശൂലിയുടെ കുത്തേറ്റ് മരിക്കുകയും തുടർന്ന് മോക്ഷം പ്രാപിച്ച് ഭഗവതിയിൽ ലയിക്കുകയുമായിരുന്നു. വ്യാഘ്രപാദ സങ്കേതവും സർപ്പപ്രതിഷ്ഠയുമുള്ള ആൽത്തറകൾ കൂടാതെ 3 ആൽത്തറകൾ കൂടിയും ക്ഷേത്രത്തിലുണ്ട്. നാലമ്പലത്തിനകത്തും പുറത്തുമായുള്ള 3 ഗണപതി പ്രതിഷ്ഠകൾ, അദർശ്യ സങ്കല്പത്തിൽ കുടികൊള്ളുന്ന സുബ്രഹ്മണ്യസ്വാമി, നാഗദൈവങ്ങൾ, പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. അതിവിശാലമായ നാലമ്പലമാണ് നമ്മളിവിടെ കാണുന്നത്.
ചെമ്പുമേഞ്ഞ് മനോഹരമാക്കിയിരിക്കുന്ന നാലമ്പലത്തിൻ്റെ പുറം ചുമരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നാലമ്പലത്തിൻ്റെ പുറത്തുള്ള 4 മൂലകളിലും നന്ദികേശൻ്റെ സ്വർണം പൂശിയ വിഗ്രഹങ്ങൾ കാണാം. നന്ദികേശൻ്റെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അവ ഉടൻ സാധ്യമാകുമെന്നാണ് വിശ്വാസം. അതിനാൽ ധാരാളം ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. വൃശ്ചിക മാസത്തിലെ കറുത്തപക്ഷത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രി, കുംഭാഷ്ടമി ചിറപ്പ്, നവരാത്രി, മണ്ഡലകാലം, വിഷു എന്നിവയും വിശേഷമാണ്. ഞാൻ ഈ ക്ഷേത്രം സന്ദർശിച്ചത് അഷ്ടമിയോടടുത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ഗജവീരന്മാരെയും ഇവിടെ കാണുവാൻ സാധിച്ചു. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയ്ക്ക് കാഴ്ചയിൽ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ഇവിടെയുള്ള ഗോപുരത്തിന് ഒരു ആനവാതിൽ കൂടുതലുണ്ട്. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ വൈക്കത്തഷ്ടമി നാളിൽ അടുത്തുള്ള ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്ന് സുബ്രഹ്മണ്യസ്വാമി പിതാവായ മഹാദേവനെ കാണുവാൻ വൈക്കത്തെത്തുന്നത് ഇതുവഴിയാണ്. വടക്കേ ഗോപുരത്തിന് തൊട്ടടുത്തായി 2 നിലകളുള്ള മനോഹരമായ ഊട്ടുപുര സ്ഥിതി ചെയ്യുന്നു. മുകളിലെ നിലയിൽ ക്ഷേത്ര കലാപീഠം പ്രവർത്തിക്കുന്നു. ഊട്ടുപുരയ്ക്കപ്പുറത്തായി ക്ഷേത്രക്കുളവും സ്ഥിതി ചെയ്യുന്നു. വൈക്കം ക്ഷേത്രത്തിൻ്റെ വലിയ വട്ട ശ്രീകോവിലിന് സാധാരണ ശ്രീകോവിലിൻ്റെ 3 ഇരട്ടി വലിപ്പമുണ്ട്. കേരളത്തിലെ അണ്ഡാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണ് ഇവിടുത്തേത്. കരിങ്കല്ലിൽ തീർത്ത ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ ശില്പി ഉളിയന്നൂർ പെരുന്തച്ചനാണെന്ന് വിശ്വസിച്ചു വരുന്നു. 2 മുറികളുള്ള ശ്രീകോവിലിലെ 2ാമത്തെ മുറിയായ ഗർഭഗൃഹത്തിൽ 2 അടിയോളം പൊക്കമുള്ള പീഠത്തിൽ 6 അടിയോളം ഉയരം വരുന്ന ഭീമാകാരമായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണിത്. AD 300-ൽ ജീവിച്ചിരുന്ന പെരുന്തച്ചനാണ് വൈക്കം ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. വേണാട്ട് രാജാക്കന്മാരുടെ ഭരണകാലത്ത് ക്ഷേത്ര നിർമ്മിതിയെ കുറിക്കുന്ന 800 വർഷം പഴക്കമുള്ള ഒരു ശിലാലിഖിതം കണ്ടെത്തിയിട്ടുള്ളതായി ചരിത്രകാരനായ ശ്രീധരമേനോൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രം ഇന്ന് കാണുന്നത് പോലെ പുനർനിർമ്മിക്കപ്പെട്ടത് AD 1539-ലാണ്. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് വലിയ അടുക്കള. അന്നദാനത്തിനുള്ള ചേരുവകൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അന്നദാനപ്രഭുവായ വൈക്കത്തപ്പൻ്റെ പ്രധാന വഴിപാടാണ് പ്രാതൽ. തെക്ക് വശത്തായി വലിയൊരു ഹാളും സ്റ്റേജും കാണാം. ഇവിടെ ദിവസവും കലാപരിപാടികൾ ഉണ്ടാവാറുണ്ട്. വൈക്കം ക്ഷേത്രത്തിൽ ചന്ദനപ്രസാദമില്ല, ഭസ്മമാണ്. വലിയ അടുക്കളയിലെ ചാരമാണ് ഇവിടുത്തെ പ്രസാദം. ശ്രീ വൈക്കത്തപ്പൻ വലിയ അടുക്കളയിൽ ദഹനം ചെയ്തുവെന്ന ഐതിഹ്യത്തിലാണ് ഭസ്മം പ്രസാദമായി നൽകുന്നത്. ഈ പ്രസാദം അതിവിശിഷ്ടമായി കരുതുന്നു. ഈ ഭസ്മം അപസ്മാരം, വിഷബാധ, ഭയം, ചൊറി എന്നിവയ്ക്കൊക്കെ ദിവ്യൌഷധമായി ഭക്തർ വിശ്വസിച്ചു പോരുന്നു. വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ തിരുവൈക്കത്തപ്പൻ സദാ ശിവസങ്കല്പത്തിലുള്ളതാണ്. ശാന്തഭാവം നിറഞ്ഞ ശിവഭഗവാൻ ഇവിടെ ശിവലിംഗരൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ഞാനങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നിരവധി ഗജവീരന്മാർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗവും ചില ഉപക്ഷേത്രങ്ങളുണ്ട്. വടക്കങ്കൂർ മൂകാംബിക ക്ഷേത്രം, വൈക്കം ശ്രീകൃഷ്ണ നവഗ്രഹ ക്ഷേത്രം, മാടത്തിൽക്കാവ് ഭദ്രകാളി ക്ഷേത്രം, വൈക്കം അയ്യപ്പസ്വാമി ക്ഷേത്രം തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ വൈക്കത്തഷ്ടമിയാണ്. മൊത്തം 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ 12ാം നാൾ അഷ്ടമി വരുന്ന വിധത്തിലാണ് ഉത്സവം. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയാണിത്. ഈ ദിവസം ശിവൻ ശ്രീ പരമേശ്വര രൂപത്തിൽ ജഗജ്ജനനിയായ പാർവതീദേവിയുമായി വ്യാഘ്രപാദ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ നൽകി എന്നതാണ് ഐതിഹ്യം. ലോകപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഇതിൻ്റെ ഓർമ്മയ്ക്കായി ആഘോഷിച്ചു വരുന്നു. വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്നതിനായി ധാരാളം ഭക്തരും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുന്നു. അഷ്ടമി ദിവസം ദർശനം നടത്തിയാൽ ദുഃഖങ്ങൾ അകന്ന് അഭീഷ്ടസിദ്ധിയും വിജയവും ലഭിക്കുമെന്നാണ് വിശ്വാസം. വേമ്പനാട്ടുകായലിൻ്റെ തീരം ചേർന്ന് ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകി നിലകൊള്ളുന്നു വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം.